ഹലോ ഫ്രണ്ട്സ്, ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്കൊരു ചക്ക കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് പഴുപ്പിക്കാനായിട്ട് വെച്ചു. പച്ചച്ചക്ക ഞങ്ങൾ വേവിക്കുകയും ചെയ്തു. അപ്പോൾ പഴുപ്പിക്കാൻ വെച്ച് ചക്ക പഴുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മ വന്നപ്പോഴാണ് ഞാനത് മുറിക്കാൻ പറഞ്ഞത്. അങ്ങനെ ഞങ്ങളത് മുറിച്ചു. നല്ല പഴുത്തിട്ടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് ഞാൻ അതിൽ നിന്ന് കുറച്ച് ചക്ക എടുത്തിട്ട് പീസായിട്ട് അരിയുന്നുണ്ട്. അപ്പോൾ ഞാനിന്ന് ചക്ക വെച്ചൊരു വെറൈറ്റി ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ചക്കയെല്ലാം നന്നായിട്ട് അരിഞ്ഞിട്ട് ഞാൻ മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മിക്സിക്കകത്തിട്ട് നന്നായിട്ട് അടിക്കണം. ഒട്ടും വെള്ളമൊന്നും ചേർക്കേണ്ട. ചക്ക അരയ്ക്കുമ്പോൾ ഒരിക്കലും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ചക്കയ്ക്കകത്ത് നല്ല വെള്ളമുണ്ട്. പിന്നെ ഞാൻ ഒരു ചെറിയ കപ്പിനകത്ത് നിറച്ച് പാൽപ്പൊടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പാൽപ്പൊടി ഞാനൊരു ബൗളിലേക്ക് ഇടുന്നു. എന്നിട്ട് അടുത്ത് നമ്മൾ പാൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് പാലൊഴിച്ചിട്ട് ഈ പാൽപ്പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ തിളപ്പിച്ച പാലൊന്നും വേണമെന്നില്ല, പച്ചപ്പാലായാലും തണുത്ത പാലായാലും ഒന്നും ഒരു പ്രശ്നമില്ല. നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നേരിട്ടാണല്ലോ ഒഴിച്ചു കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് ഇളക്കി കുറുക്കി, അതായത് ഒരുപാട് ലൂസാവേണ്ട, ആ പാൽപ്പൊടി ഒന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതി. അങ്ങനെ അലിഞ്ഞ് വരുന്ന പരുവാകുമ്പോഴത്തേനും നമ്മൾ ഈ അരച്ച് വെച്ച ചക്കയില്ല അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഈ ചക്കയെല്ലാം ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ ചക്കയും പാൽപ്പൊടിയും പാലും എല്ലാം നല്ല മിക്സ് ആവുന്ന പോലെ ഇളക്കി കൊടുക്കണം. കുറച്ച് നേരം ഒരു 4 മിനിറ്റ് ഇളക്കിയാൽ മതി. അത് നല്ലപോലെ മിക്സായി കിട്ടും. അപ്പോൾ ഇത് കണ്ടോ, ഇതിപ്പോൾ നല്ല വെള്ളമല്ല, നല്ല കുറുകിയല്ല, ആ ഒരു പരുവത്തിലാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ കുറച്ച് നേരം വയ്ക്കുക. അതിന് ശേഷം കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം. അത് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടാണ്. ഞാനൊരു 3 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചക്കയ്ക്ക് ഓൾറെഡി ചെറിയ മധുരം കാണും. അപ്പോൾ ഓവറായിട്ട് മധുരം വേണ്ട എന്നുള്ളവർ ഒരുപാട് മധുരം ഇട്ട് കൊടുക്കണ്ട. ഞാനൊരു 3 സ്പൂൺ മധുരമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 2 തുള്ളി വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സ്മെല്ല് മാറാനായിട്ടാണ്. അപ്പോൾ അത് നല്ല സ്മെല്ല് കിട്ടുകയും ചെയ്യും, ഫ്ലേവർ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ വാനില എസൻസ് ഇല്ലാത്തവരാണ് നമ്മുടെ ഏലക്ക ഒന്ന് പൊടിച്ചിട്ട് കൊടുത്താലും മതി. ഒരേ ഒരു ഏലക്ക ഒന്ന് പൊടിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതിനകത്തോട്ട് കുറച്ച് തേങ്ങാപ്പീരയും കൂടി ചിരകിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങാപ്പീരയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ കുറച്ചൊന്ന് കട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ലൂസാവാൻ വേണ്ടിയിട്ട് നമ്മുടെ കുറച്ച് പാലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഒരു പാത്രം എടുത്ത് അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യൊന്ന് ഉരുകി വരുമ്പോൾ നമ്മൾ ഈ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു ബാറ്റർ ഉണ്ടല്ലോ, അതായത് ഇതെല്ലാം നമ്മൾ ചക്കയൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന ആ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇളക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഈ അലുവയൊക്കെ ഉണ്ടാക്കാൻ എത്ര നേരം ഇളക്കും, എത്ര നേരം കൈ തൊടാതെ, എന്ന് വെച്ചാൽ കൈ അതിൽ നിന്ന് വിട്ടു മാറ്റാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അതായത് ഇതൊന്ന് കട്ടിയാവണം. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഐറ്റം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇനിയാണ് പറയാൻ പോകുന്നത്. ഇതാണ് ചക്ക കൊണ്ടുള്ള പേട. അപ്പം ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ഒരു എക്സിബിഷന് പോയപ്പോൾ മിൽമയുടെ ഒരു ചക്കപ്പേട കണ്ടു. ചക്കപ്പേട ഞാൻ കഴിച്ചു, കുഞ്ഞിന് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ചക്ക ഇരിപ്പുണ്ടല്ലോ, ഒന്ന് പേട ഉണ്ടാക്കി നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ യൂട്യൂബിൽ നോക്കി ചക്ക വെച്ചിട്ട് എങ്ങനെ പേട ഉണ്ടാക്കാൻ പറ്റുക എന്നങ്ങനെ നോക്കിയിട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയപ്പോൾ അവർ പറഞ്ഞ പോലെയൊക്കെ ഞാൻ ഉണ്ടാക്കി, പക്ഷേ കുറച്ച് ലൂസായിപ്പോയി. എന്ന് വെച്ചാൽ കുറേ സമയം ഇളക്കണം. അപ്പം ഞാൻ കുറച്ച് ഗോതമ്പൊടി അതിനകത്ത് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പം നമ്മൾ ഈ ലൂസാകുമ്പോൾ കുറച്ചൊന്ന് ലൂസാകാതെ കുറച്ച് കട്ടിയാവാൻ വേണ്ടി നമ്മളിങ്ങനെ പൊടി ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കുമല്ലോ. അപ്പം ഞാൻ പിന്നെ ഒന്നും കൂടെ ഉണ്ടാക്കിയായിരുന്നു ഇതേ ഐറ്റംസിന്. അപ്പം ഞാൻ കോൺഫ്ലവർ പൊടിയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ കടയിലൊക്കെ വാങ്ങിക്കുന്ന പോലെ അതേപോലെ തിക്നെസ്സിലൊന്നും കിട്ടില്ല, എങ്കിലും ചെറിയൊരു എന്താ പറയുക, ഒരു പശപ്പ് പോലെ, അതായത് കടിക്കുമ്പോൾ നമ്മൾ ആ ഒരു കട്ടിയൊന്നും കിട്ടുന്നില്ലായിരുന്നു കേട്ടോ. എന്നാലും ഉരുട്ടിയെടുക്കാനൊക്കെ പറ്റി. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിങ്ങനെ വിട്ട് പോരുമ്പോൾ. പിന്നെ ഒന്നാമത്തെ കാര്യം, നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കിയാൽ കുറച്ചും കൂടെ ബെറ്ററായിട്ട് നമുക്ക് ഇളക്കാനും അതിന് വിട്ടുപോരാനൊക്കെ പറ്റും. അപ്പോൾ ഞാൻ ഇരുമ്പ് ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഇളക്കാനൊക്കെ ഭയങ്കര പാടാണ്, പിടിച്ചിളക്കാനും ഒക്കെ പാടാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയത്. എങ്കിലും കുഴപ്പമില്ല, ഞാൻ അത് എടുത്തിട്ട് ഒരു ബൗളിലേക്ക് എണ്ണ തൂത്ത് അതിലേക്ക് ആക്കി വെക്കുന്നുണ്ട്. പിന്നീട് കുറച്ച് സമയം ചൂടൊക്കെ ആറിയ ശേഷമാണ് ഞാൻ ഷേപ്പിലേക്ക് ഉരുട്ടി മാറ്റുന്നത്. അപ്പോൾ ഞാൻ പിന്നെ നമ്മുടെ പേടയുടെ അതേ ഷേപ്പിലൊക്കെ ഉരുട്ടിയെടുത്തു. എന്നാലും കയ്യിൽ ഒട്ടി പിടിക്കുന്നു എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ കുറച്ച് എണ്ണ കയ്യിൽ ഇങ്ങനെ തടവി കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ പേട ഉണ്ടാക്കിയപ്പോൾ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവർക്കും കഴിക്കാനൊക്കെ കൊടുത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരേ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ അതിങ്ങനെ നമ്മൾ തിക്നെസ് കറക്റ്റായിട്ടില്ല എന്നതാണ് ഒരു പ്രശ്നം. പക്ഷേ ടേസ്റ്റിനൊന്നും ഒരു കോംപ്രമൈസും ഇല്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് പറ്റുന്നവരൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടിയാൽ അടിപൊളി ടേസ്റ്റുമാണ്, കഴിക്കാനും കുറച്ചും കൂടെ എളുപ്പമായിരിക്കും.
പിന്നെ അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലാത്തവർക്ക് ഇങ്ങനെയും കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ, ബൈ, സീ യു.